കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ പഠനത്തിന്റെ ഈ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഒന്നിച്ചുകൂടി വന്നിരിക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഇതുവരെയും സഹായിച്ചു. പ്രിയ നവീനശാൻ ഓർപ്പിച്ചതുപോലെ ചുരുങ്ങിയ ഈ 5 ക്ലാസ്സുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ ഉപമകളും നമുക്ക് പഠിക്കാൻ കഴിയുകയില്ലെങ്കിലും കഴിയുന്നിടത്തോളം കുറഞ്ഞ പക്ഷം 5 ഉപമകളെങ്കിലും നമുക്ക് ഒന്നിച്ചു പഠിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. കാരണം കേവലം ഉപമകൾ പഠിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഉപമകളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആത്മീയ സത്യങ്ങളോട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതെങ്ങനെ നാം അത് പ്രയോഗിക്കണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നും നാം ചിന്തിച്ചു പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർ ഭാഗമായിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഉപമയുടെ തുടർ ഭാഗമായിട്ട് ചില കാര്യങ്ങളും മറ്റൊരു ഉപമയും കൂടെ ദൈവം അനുവദിച്ചാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയാണ് നാം വായിച്ചത്. ആ ഭാഗമാണ് പഠിച്ചു വരുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, മറിച്ച് ഞാനൊന്ന് പറയാം ആ ഉപമയിൽ എന്താണെന്ന്. ധനവാനായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനൊരു കാര്യവിചാരകനും ഉണ്ടായിരുന്നു. ആ കാര്യവിചാരകൻ വസ്തുവക നാനാവിധമാക്കി കളയുന്നുവെന്ന് പലരും അവനെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. അതിനെ തുടർന്ന് യജമാനൻ കടന്നു വന്നു അവനോട് കണക്ക് ബോധിപ്പിക്കുവാൻ പറഞ്ഞു. അങ്ങനെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നുവെന്നും പറയുകയാണ്. അപ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നതിനും ജോലിയിൽ നിന്ന് വിടുന്നതിനും ഇടയിലുള്ള ചുരുക്കം ചില സമയങ്ങൾ മാത്രമാണ് ഈ കാര്യവിചാരകന് ലഭിക്കുന്നത്. ആ സമയത്ത് അവൻ പോയി യജമാനനോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ കടമൊക്കെ ഇളച്ചു കൊടുക്കുന്നതും ശേഷം ജോലി പോയതിനു ശേഷം ഇവരെന്നെ വീടുകളിലേക്ക് സ്വീകരിക്കും എന്നുള്ള ഒരു ഉപമയാണ്, നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഉപമയാണ് നാം ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നാം ചിന്തിച്ചിരുന്നു, ഈ ഉപമയിൽ കർത്താവ് ഈ കാര്യവിചാരകൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലത് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് അവൻ ചെയ്ത പ്രവൃത്തി എന്താ ചെയ്തത്? യജമാനനോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കടമൊക്കെ ഇവൻ ഇളച്ചു കൊടുക്കുന്നുണ്ട്. 100 വാങ്ങിച്ചവനോട് 50 മതി എന്ന് തിരുത്തി എഴുതുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നല്ലതെന്ന് കർത്താവ് പറയുന്നില്ല. മറിച്ച് കർത്താവ് പറഞ്ഞത് അവൻ ബുദ്ധിയോടുകൂടെ അവന് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തി എന്നതാണ്. അവൻ ബുദ്ധിയോടുകൂടെ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി. പ്രിയരെ, ഇതിന്റെ പ്രധാനമായിരിക്കുന്ന ഉപമയിലെ ആത്മീക ചിന്ത എന്ന് പറയുന്നതും ബുദ്ധിയോടുകൂടെ നാം ജീവിക്കണം, ബുദ്ധിയോടുകൂടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം എന്നതായിരുന്നു. ഇവിടെ ഈ കാര്യവിചാരകൻ, ഈ സ്റ്റുവാർഡ് ഒരു ക്രൈസിസിലായപ്പോൾ, ഒരു പ്രശ്നത്തിൽ അവൻ വീണപ്പോൾ അവന് ബുദ്ധി ഉദിക്കുക, അവൻ ചില കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിക്കുക. അത് മാത്രമല്ല, അവന് ചില തിരിച്ചറിവുകൾ ഉണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു തിരിച്ചറിവാണ് ചിന്തിച്ചത്. അവനുണ്ടായ ആദ്യത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അവൻ ആരാണെന്നുള്ള ബോധ്യം അവനുണ്ടായി. അതുവരെയും യജമാനന്റെ വസ്തുവകയൊക്കെ ഇവൻ നാനാവിധമാക്കി കളഞ്ഞ് ജീവിച്ചപ്പോൾ അവന്റെ ജീവിത ശൈലി വെച്ച് അവൻ ഒരു യജമാനനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അവൻ ആണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന നിലയിലാണ് പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഈ യജമാനൻ കടന്നു വന്നു, അവനെ കാര്യവിചാരകത്തിൽ നീക്കാൻ പോകുന്നു. അപ്പോൾ അവന് മനസ്സിലായി താൻ കേവലം ഒരു ഗ്രഹവിചാരകൻ മാത്രമാണ്, ഒരു സ്റ്റുവാർഡ് മാത്രമാണ്. ഐ എം നോട്ട് ദി ഓണർ, ഞാൻ ഉടമസ്ഥനല്ല എന്ന് തിരിച്ചറിവ് ഇവനുണ്ടായി. നമ്മുടെ ജീവിതത്തിലും പ്രിയരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. ദൈവം നമ്മുടെ കരങ്ങളിൽ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം പൊസസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമയത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ സമ്പത്തിനോടുള്ള ബന്ധത്തിലും എല്ലാം അത് വളരെ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ ഉപമയിൽ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ഉപമ ചൂണ്ടിക്കാണിക്കുന്നത്. സമ്പത്തിനോടുള്ള ബന്ധത്തിലും ദൈവമാണ് സകലവും നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. വേഗത്തിൽ വരാം. രണ്ടാമത്തെ അവനുണ്ടായ തിരിച്ചറിവ്, ഈ കാര്യവിചാരകന് ഇങ്ങനെ ഒരു പ്രശ്നത്തിലായപ്പോൾ അവനുണ്ടായ രണ്ടാമത്തെ തിരിച്ചറിവ്. ഒന്നാമത്തെ തിരിച്ചറിവ്, അവൻ ആരെന്നുള്ള തിരിച്ചറിവിനുണ്ടായി. അവനൊരു കാര്യവിചാരകൻ മാത്രമാണ്, യജമാനനല്ല. രണ്ടാമത് അവനുണ്ടായ തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇവൻ ഇനി ഒന്നും വായിക്കുന്നില്ല,
കാരണം അത് വായിച്ച് സമയം എടുക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഗ്രഹവിചാരകൻ, ഈ കാര്യവിചാരകൻ, അവൻ ഈ വസ്തു യജമാനന്റെ നാനാവിധമാക്കി കളഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അവൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ യജമാനൻ ഒരു പാവത്താനാണ്. യജമാനന് ഞാൻ കൊടുക്കുന്നതൊക്കെ മതി, ഞാൻ പറയുന്നത് പോലെ ചെയ്തോളും, എന്നെ ഭയങ്കര വിശ്വാസമാണ് എന്നുള്ള ചിന്താഗതിയിലൊക്കെയാണ് ഈ യജമാനനെ കുറിച്ചുള്ള ഈ കാര്യവിചാരകന്റെ ചിന്തകൾ. എന്നാൽ ഇവിടെ ഇതാ യജമാൻ കടന്നു വന്നു, ഇവൻ വസ്തുവൊക്കെ നാനാവിധമാക്കി കളയുന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ ഇവന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാം, യജമാനെ കുറിച്ച് ഇവൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. യജമാനാണെന്ന് ഇവന് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിലും ഇവൻ ചിന്തിച്ചിരുന്ന കാര്യവിചാരം ചിന്തിച്ചിരുന്നത് ഇവന്റെ കൈപ്പിടിയിലെല്ലാം നിൽക്കും എന്നതാണ്. അല്ല, ഒരിക്കലുമല്ല. യജമാനൻ കടന്നു വന്നു ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഈ യജമാനൻ എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. യജമാനൻ ഒരിക്കലും ഒരു കഠിന ഹൃദയനല്ല. ഈ യജമാനൻ, ഈ ഗ്രഹവിചാരകന്റെ യജമാനായിരിക്കുന്ന കർത്താവ് പറയുന്ന ഭൂമിയിലെ യജമാനൻ ഒരു കഠിന ഹൃദയനല്ലായിരുന്നു. ഒരു കാഠിന്യമുള്ള കർക്കശക്കാരനായ ഒരു യജമാനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉടനെ അവനെ പിടിച്ച് അവനെ ജയിലിലാക്കി കളഞ്ഞേനെ, അവനെ ശിക്ഷ വിധിച്ചേനെ. പക്ഷെ അതൊന്നും ഇവിടെ യജമാനൻ ചെയ്യുന്നില്ല. ഈ യജമാനൻ ഇവരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഏക കാര്യം ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയാണ്. കണക്ക് കൊണ്ടെന്നും ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അതിനിടയ്ക്ക് ഇവന് കിട്ടിയ ഒരല്പസമയം, ഇതിനെ കണക്ക് ബോധിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഇവൻ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവൻ ഭാവിയിലേക്ക് സ്നേഹിതന്മാരെ ഉണ്ടായി. അതാണ് അവിടെ വായിക്കുന്നത്. യജമാനന്റെ കടം ഇളച്ചു കൊടുത്താണെങ്കിലും ഇവൻ കുറച്ച് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയ. രണ്ട്, യജമാനൻ തന്നെ ഇവനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവൻ ബുദ്ധിസാമർഥ്യമുള്ളവനാണ്. ഇവനൊരു മണ്ടനൊന്നും അല്ലായിരുന്നു, കഴിവുള്ളവനായിരുന്നു. ഇവൻ ബുദ്ധിസാമർഥ്യം തെളിയിക്കുകയും ഇവൻ ചെയ്തു ഇത്രയും സമയത്തിനുള്ളിൽ. ഈ സംഭവം ഉണ്ടാകുന്നത് വരെയും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഈ ക്രൈസിസ് വരുന്നത് വരെയും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് യജമാനൻ ഞാൻ പറയുന്നത് പോലെ നിൽക്കും അല്ല. ഇപ്പോൾ അവന് ബോധ്യമായി യജമാനന് കണക്ക് കൊടുക്കേണ്ടത് ആവശ്യം. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, കാര്യവിചാരകത്വം എന്ന് പറയുന്നത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു എന്നത് മാത്രമല്ല, കണക്ക് കൊടുക്കുന്നത് കൂടെയാണ്. Stewardship is not just doing the responsibility, but also giving the accountability. റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നുണ്ട്, അത് മാത്രം മതിയോ? പോരാ. ഒരു കാര്യവിചാരകനാണെങ്കിൽ അവൻ കണക്ക് കൊടുക്കുവാനും ബാധ്യസ്ഥ. നമ്മളുള്ള ബന്ധത്തിലും ഇത് ആത്മീയ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നാം കണക്ക് കൊടുക്കേണ്ടത്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിറവേറ്റുക എന്നത് മാത്രമല്ല, എല്ലാറ്റിനും നാം കണക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ സമയത്തിനും നമ്മുടെ സമ്പത്തിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾക്കും നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തിനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിനും ദൈവം നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും സകലത്തിനും നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടത്. കർത്താവിന് നാം കണക്ക് കൊടുക്കേണ്ടവരാ. ഞാനത് ഒരുപാട് കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല. അത് മാത്രം പോരാ, സകലത്തിന് നാം കണക്ക് കൊടുക്കുകയും വേണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്നതാണ്. 2 കൊരിന്ത്യർ 5:10 കർത്താവിന് കണക്ക് കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ട്. എല്ലാ വിശ്വാസികളും കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത് ഒരു ദിവസമുണ്ട്. അപ്പോൾ യജമാനെ നമ്മുടെ കണക്ക് കാണിക്കുകയും ചെയ്യണം. ഈ കാര്യവിചാരകനെ സംബന്ധിച്ചിടത്തോളം യജമാനെ കണക്ക് കൊടുക്കണം എന്ന ബോധ്യം ഉണ്ടായപ്പോൾ അവർ യജമാനെ കുറിച്ചുള്ള തിരിച്ചറിവും ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ അവന് ലഭിച്ച സമയത്തിനുള്ളിൽ ഭാവിയിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തു. അത് നമുക്ക് കൂടെ വരുമ്പോൾ ചിന്തിക്കാം. എന്നാലും അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ അവസരത്തിൽ ഇനി ആനന്ദിക്കുവാനുള്ള ഒരു സമയം ഇല്ല. ഇതുവരെയും ഇവൻ യജമാനന്റെ സമ്പത്തൊക്കെ എടുത്ത് നാനാവിധമാക്കി കളഞ്ഞ് ഇവൻ ആനന്ദിച്ചൊക്കെ മുമ്പോട്ട് പോയത്. ഇനിയുള്ള സമയം ആനന്ദിക്കാനുള്ളതല്ല, വളരെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. പ്രിയരെ, നാം ഈ അന്ത്യകാലത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ബന്ധത്തിലും നാം ബുദ്ധിയോടുകൂടെ ജീവിക്കേണ്ടുന്ന ഒരു സമയമൊക്കെ ഇരിക്കുക. എല്ലാ കാലത്തും നാം ബുദ്ധിയോടുകൂടെ ജീവിക്കുക തന്നെ വേണം. അത് കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഈ ലോക മനുഷ്യരുടെ നടുവിൽ ലോകക്കാരായിരിക്കുന്നവർ ലോകക്കാർ ബുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ വിശ്വാസികളും വളരെ ബുദ്ധിയോടുകൂടെയും സത്യത്തോടുകൂടെയും ജീവിക്കേണ്ടത് ആവശ്യമാണ്. 9-ാമത്തെ വാക്യം മാത്രം ഞാനൊന്ന് വായിക്കട്ടെ. 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെ ആകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ഇവിടെ കർത്താവ് ഈ ഉപമയുടെ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിൽ അല്പം പ്രശ്നമുണ്ടെന്ന് ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഫോൺ ചെയ്ത് നോക്കാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. അത്രയും ക്ലിയർ അല്ല, ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആവുന്നുണ്ട്. ശബ്ദം ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദമാണ്, ഒരു പതർച്ചയുണ്ട്. നെറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓൺ ആക്കാമെങ്കിൽ ചിലപ്പം. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി വരുന്നു. ഓക്കെ. ബ്രദർ ഇപ്പൊ എക്സിറ്റ് ചെയ്തതാണ് റീജോയിൻ ചെയ്യാൻ വേണ്ടി. അന്നേരത്തേക്ക് നെറ്റ്വർക്ക് കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുകയാണ്. ആരും എക്സിറ്റ് ചെയ്ത് പോകരുത്, ഇപ്പൊ തന്നെ ജോയിൻ ആവുമേ. ഇപ്പൊ കേൾക്കാലോ അല്ലെ? ഞാന് ഇപ്പൊ കേൾക്കാം. കറക്റ്റ്. ആക്ച്വലി എന്റെ ലാപ്ടോപ്പിന്റെ കുഴപ്പമായിരുന്നു, നെറ്റിന്റെ അല്ല. ഓണായി വരികയാണ്. ഞാൻ ഫോണിലൊന്ന് കയറിയിട്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. കുഴപ്പം. ഓക്കെ. എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് ഓണായി, അത് ഇടയ്ക്ക് സ്റ്റക്ക് ആയിപ്പോയത്. ഓക്കെ.
അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അന്നത്തെ വീടുകളുടെ മുകളിൽ ഞാൻ തൽക്കാലം ഓഡിയോയിലെ തുടരാം. ഇപ്പൊ വീഡിയോ ഓൺ ആയിക്കോളുമേ. അത് മതി. ഓക്കെ. അപ്പോൾ ഈ യജമാനൻ ഇപ്പൊ കേൾക്കുമോ? കേൾക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ. ബോബി വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രം പറ. ഓക്കെ. ഞാൻ എന്റെ ലാപ്ടോപ്പ് അത് വർക്ക് ആകുന്നില്ല. ഞാൻ ഓഡിയോ തന്നെ തുടരുകയാണേ. ഓക്കെ. ഇവിടെ കാര്യവിചാരകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് അവനുണ്ടായ തിരിച്ചറിവ് യജമാനൻ ശരിക്കും യജമാനൻ ഒരു കണക്ക് കൊടുക്കണമെന്നുള്ള ബോധ്യമാണ്. നമ്മോടുള്ള ബന്ധത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിരിക്കുന്ന നാം തീർച്ചയായിട്ടും കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. അതും കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5 അതിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാണേണ്ടത് മറ്റൊരു കാര്യം, ഈ യജമാനൻ ഈ കാര്യവിചാരകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുമ്പായിട്ടാണെങ്കിലും അവന് വളരെ സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവനോട് ഒരിക്കലും യജമാനൻ ഒരു കർക്കശക്കാരനായി നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇവനെ എല്ലാം ഭരമേൽപ്പിച്ചിട്ട് പോയപ്പോൾ അവന് വളരെ കാഠിന്യമേറിയ ഒരു നാളുകളൊന്നും അല്ലായിരുന്നു. അവന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ യജമാനൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ ലഭിച്ച അവസരത്തെ ആ യജമാനന്റെ കീഴിലായിരുന്നപ്പോൾ യജമാനൻ എല്ലാം ഭരമേൽപ്പിച്ചു പോയ സമയത്ത് അതൊന്നും ശരിയായ നിലയിൽ വിനിയോഗിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അത് ആസ്വദിക്കരുത് എന്ന് കാര്യവിചാരകനോട് പറഞ്ഞിട്ടില്ലായിരുന്നു, നാനാവിധമാക്കി കളയുകയാണ് എന്നാൽ ഇവൻ ചെയ്തത്. അവൻ ആസ്വദിക്കാമായിരുന്നു. അവന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആസ്വാദികരമായ ഒരു ജീവിതം, അവന് നല്ല സമ്പത്തുണ്ട്, ജോലിയുണ്ട്, കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു, അങ്ങനെ മുൻപോട്ട് പോകാമായിരുന്നു. എന്നാൽ ഇവൻ നാനാവിധമാക്കി കളയുന്ന നിലയിലേക്ക്
ആയിത്തീരുകയാണ്. ഇവിടെ ഇവിടെ ഈ കാര്യവിചാരകനെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യം, അവനൊരു കാര്യവിചാരകനാണെന്ന് മറന്ന് യജമാനനെ കുറിച്ചുള്ള ബോധ്യവും മറന്ന് അവൻ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ നമ്മയും ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാറ്റിലും നാം നന്ദിയുള്ളവരായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വ ബോധത്തോടെ കണക്ക് ബോധിപ്പിക്കണമെന്ന ബോധ്യത്തോടുകൂടെ ആയിരിക്കണം എന്നതാണ്. ഇവിടെ ഇവനത് സാധിച്ചില്ല. ഈ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഇവന് യജമാനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. പ്രിയരെ, കർത്താവ് നമ്മെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ക്രൈസിസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അവിടെയൊക്കെ നമുക്കുള്ള ഒരു തിരിച്ചറിവും ബോധ്യവുമാണ് നാം കർത്താവിനേക്ക്, യജമാനെ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നത്. ഇവിടെ ഈ കാര്യവിചാരകൻ യജമാനൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവന്റെ യജമാനൻ എന്ന് പറയുന്നത് അവന് സമ്പത്തായിരുന്നു. അവൻ സമ്പത്തിനെയാണ് യജമാനനായി കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പണത്തിനായിരുന്നു അവൻ കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവനൊരു ബോധ്യം വന്നു, യജമാനന് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. രണ്ടാമത് അവനുണ്ടായത്, ഒന്ന്, അവനെ തന്നെ തിരിച്ചറിഞ്ഞു. രണ്ട്, അവൻ യജമാനനെ കുറിച്ച് ശരിയായ തിരിച്ചറിവുണ്ടായി. മൂന്നാമത് ഒരു വസ്തുത കൂടെ ഞാൻ ഇവിടുന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവൻ പുറത്തേക്ക് ഇറങ്ങി ഈ കണക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് യജമാനനോട് കടപ്പെട്ടിരുന്ന ആളുകളെയൊക്കെയും കടക്കാരായിരുന്നവരുടെയൊക്കെയും സമ്പത്ത്, അവരുടെ കടമൊക്കെ ഇളച്ചു കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഇത്രയും നാളും ഇവന്റെ സമ്പത്ത്, അല്ലെങ്കിൽ യജമാനന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഇവനൊരു ധാരാളിയായിട്ട് ജീവിക്കുകയായിരുന്നു, നാനാവിധമാക്കി കളഞ്ഞ് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ അവന് മനസ്സിലായി, ഇത്രയും നാളും അവൻ വില കുറച്ച് കണ്ടിരുന്ന ആളുകളൊക്കെ വിലയുള്ളവരാണ്, അവരെ സ്നേഹിതന്മാരാക്കി എടുക്കേണ്ടുന്ന ഒരു സമയത്ത് എത്തിയിരിക്കുന്നു എന്ന ബോധ്യം ഇവനുണ്ടായി. ഇവൻ ആളുകളെ ഇത്രയും നാളും ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഇവൻ ഇപ്പോൾ സ്നേഹിതന്മാരാക്കി തീർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതായിരുന്നു ഇതിലൂടെ കർത്താവ് ഈ ഉപമയിലൂടെ നമ്മയും ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. നാം സ്നേഹിതന്മാരെ ഉണ്ടാക്കണം. ഒരിക്കലും സമ്പത്ത് കൊടുത്ത്, പണം കൊടുത്ത് സുവിശേഷം അല്ലെങ്കിൽ നമ്മുടെ സഭയിലേക്ക് ആളെ ചേർക്കുക, അങ്ങനെ ഒരു ആശയമൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നതിന്റെ ആശയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളും ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പാദ്യം കൊണ്ട് ചിലരെ സ്നേഹിതന്മാരാക്കി അതിലൂടെ കർത്താവിലേക്ക് നയിക്കുവാൻ ഒരു കാരണം ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പണം കൊടുത്ത് സഭയിൽ കൊണ്ടുവരിക എന്നതൊന്നും അറിവിടുത്തെ ആശയം. മറിച്ച് നാം ആയിരിക്കുന്ന മേഖലയിൽ, ഒരുപക്ഷെ ഒരു ജോലി മേഖലയിലായിരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നാം സ്നേഹിതന്മാരെ ഉണ്ടാക്കണം. അതിലൂടെ അവർ സ്നേഹിതന്മാരായി തീരുമ്പോൾ അവർക്ക് സുവിശേഷം കേൾക്കുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തുറന്നു കൊടുക്കുന്നവരായി തീരണം. പലപ്പോഴും ഉദാഹരണമായി പറഞ്ഞാൽ, പല വിശ്വാസികളും ഇന്ന് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ, പണത്തിന് വിലയില്ല എന്നതല്ല, പണത്തിന് അതിനൊക്കെ വിലയുണ്ടെങ്കിലും 5 രൂപയുടെ പേരിലൊക്കെ ആളുകളുമായിട്ട് പിണങ്ങാറുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ അടുത്തുള്ള കച്ചവടക്കാരായിരിക്കാം, നമ്മുടെ ചന്തയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അവിടെയുള്ള ഓട്ടോയിൽ യാത്ര ചെയ്ത് ഒരു 5 രൂപ 10 രൂപ ചിലപ്പോൾ അവർ കൂടുതൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 5 രൂപ കൂടുതൽ നാം വെച്ച് കൊടുക്കുക, 10 രൂപ കൂടുതൽ കൊടുക്കുക. അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താ? അവർക്കൊക്കെ നല്ലൊരു ഇംപ്രഷൻ നമ്മളെ കുറിച്ച് തോന്നിപ്പിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊരു പിശുക്കരല്ലെന്നും, അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് മേടിക്കുന്ന തരത്തിലേക്ക് ബാർഗെയിനൊക്കെ ചെയ്തു പോകുന്നവരല്ല, മറിച്ച് മറ്റുള്ളവർക്കും ഗുണം ചെയ്യുവാൻ ആഗ്രഹമുള്ളവരും മറ്റുള്ളവരെയും കരുതുന്നവരും ഒക്കെ ആണെന്നുള്ള ബോധ്യം, ആ നിലയിലൊക്കെ നാം അവരോട് ഇടപെടണം. അങ്ങനെ വരുമ്പോൾ സുവിശേഷം പറയാൻ, അല്ലെങ്കിൽ ദൈവദാസന്മാരും അല്ലെങ്കിൽ നാം തന്നെ സുവിശേഷം പറയുവാനും ഒക്കെ ആയിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മെ കയറ്റിയിരുത്തുവാനും അവർ സംസാരിക്കാൻ കേൾക്കുവാനുമുള്ള ഒക്കെ ഒരു മനസ്സുണ്ടാകും. അപ്പോൾ ഈ നാളുകളിലൊക്കെ അനേക പ്രിയപ്പെട്ടവർ നാം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, പലപ്പോഴും ചിലരോട് നാം സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ പറയും, ഇന്ന സഭയിലെ ഇന്ന ആളുകളെയല്ലേ ഞങ്ങൾക്കറിയാം, അങ്ങനെ നിങ്ങളുടെ ആൾക്കാർ ആരൊക്കെയാണെന്നും അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അധികമൊന്നും ഇവിടെ പറയണ്ട എന്ന നിലയിൽ വാതിൽ അടച്ചു കളയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാം അവരെ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെയും നമുക്കറിയുന്നവരെയും ഒക്കെ അവരുടെ ഇടയിലൊക്കെ
വളരെ മാന്യമായ നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമുക്കുള്ള നിലയിലുള്ള സമ്പത്ത് കൊണ്ടൊക്കെ അവരെയൊക്കെ നല്ല സ്നേഹിതന്മാരാക്കിയും അവരെയൊക്കെ കഴിയുന്നിടത്തോളം ഒരു സഹായിയൊക്കെ ആയി നിൽക്കുമ്പോൾ നമ്മിലൂടെ നാം മുഖാന്തരം മറ്റു ചിലർക്ക് കടന്നു വന്നിട്ടെങ്കിലും പറഞ്ഞ പക്ഷെ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ദൈവദാസന്മാർ സുവിശേഷം അവരോട് പറയുവാൻ നാം മുഖാന്തരം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ സുവിശേഷം കേൾക്കുവാനും കർത്താവിലേക്ക് വരുവാനും ഒക്കെ ഒരു സാധ്യത, ഒരു സാഹചര്യം നാം തുറന്നു കൊടുക്കുന്നവരായി നല്ല വാതിലുകളായി തീരുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇതാ ഈ കാര്യവിചാരകൻ അവൻ ചിലരെ സ്നേഹിതന്മാരാക്കി തീർക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, അവനൊരു തിരിച്ചറിവുണ്ടായി. ആളുകളെ കുറിച്ച് ശരിയായ തിരിച്ചറിവ് ഉണ്ടായി. ആളുകൾ വിലയില്ലാത്തവരല്ല, അവരും വിലയുള്ളവരാണ്, അവർക്ക് പ്രാധാന്യമുണ്ട്. അവരെ സ്നേഹിതന്മാരാക്കി തീർക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം അവനുണ്ടാകുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഈ 3 തിരിച്ചറിവുകൾ എപ്പോഴും ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്തെ തിരിച്ചറിവ്, നമ്മെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. നാം ആരാണ്? നാം ദൈവമക്കളാണ്. ദൈവം നമ്മെ വസ്തുതകൾ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല കാര്യവിചാരകന്മാരായി നാം ജീവിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. 2, യജമാനനെ കുറിച്ചുള്ള ഒരു ശരിയായ തിരിച്ചറിവ്. കർത്താവിനെ ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് സേവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, അവനുണ്ടായ തിരിച്ചറിവ്, ആളുകളെ അവന് ശരിയായിട്ട് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ അവന് കഴിഞ്ഞു. ദൈവം നമ്മയും ബലപ്പെടുത്തട്ടെ. ഏറ്റവും ഒടുവിലായി കർത്താവ് ഈ ഉപമയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വസ്തുതയും കൂടെ ഉണ്ട്. അത് 15-ാം വാക്യം നാം കഴിഞ്ഞ ക്ലാസ്സിലും ചിന്തിച്ചതാണെങ്കിലും 10-ാമത്തെ വാക്യം, 16-ാം അധ്യായം 10-ാമത്തെ വാക്യം, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. ഇതിലൂടെ കർത്താവ് ഒരു വസ്തുത കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരുവനെ അവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. അല്പകാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവർ അവർ അവരെ അധിക കാര്യങ്ങളും ഏൽപ്പിക്കാൻ കഴിയും. കാരണം അവരവിടെയും വിശ്വസ്തത പുലർത്തും. രണ്ടാമത്തെ വസ്തുത ഈ വിശ്വസ്തതയെ കുറിച്ചുള്ളത്, ഭൗതിക കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരുത്തനെ ആത്മീയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ പറയാം, ഭൗതിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരുവന് മാത്രമേ ആത്മീയ കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്തുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളിലും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലും വിശ്വസ്തത പുലർത്തുവാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അവർ ഭൗതിക കാര്യത്തിലും അവിശ്വസ്തരായതുകൊണ്ടാണ്. ഒരു വശം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ ആത്മീയ മേഖലയിലെ സഭാ മേഖലയിലെ ശുശ്രൂഷകളൊക്കെ വിശ്വസ്തയോടുകൂടി ഒരുവന് നിറവേറ്റണമെങ്കിൽ അവൻ ഭൗതിക കാര്യത്തിലും വിശ്വസ്തത പുലർത്തുന്നവൻ ആയിരിക്കണം. അല്ലാത്തവരെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ, ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ കാര്യങ്ങൾ, ആത്മീയ സമ്പത്ത് ഏൽപ്പിക്കുവാൻ കൊള്ളുന്നവർ അല്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഉപമയെക്കുറിച്ചുള്ള ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഉപമയെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായത്, അതാണ് 15-ാമത്തെ വാക്യത്തിൽ. എന്തുകൊണ്ടാണ് ഈ കാര്യവിചാരകൻ അവിശ്വസ്തത പുലർത്തിയത്? അതിന്റെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നാമും ഒരുപക്ഷെ അവിശ്വസ്തത പുലർത്തുന്നത്? 15-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കർത്താവ് തന്നെ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായിരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നാം അവിശ്വസ്തത പുലർത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്തതിന്റെ ഒരു കാരണം. അതിവിടെ പറയുകയാണ്, മനുഷ്യരുടെ മുമ്പാകെ നീതിയായിരിക്കുവാൻ ശ്രമിക്കുകയാണ്. മനുഷ്യരുടെ മുമ്പാകെ. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെയല്ല, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെയല്ല, കേവലം മനുഷ്യരുടെ മുമ്പിൽ മാത്രം നീതീകരിക്കുവാൻ ഉള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ദൈവം നമ്മെ കാണുന്നു, ദൈവം അറിയുന്നു, ഒരു യജമാനനുണ്ട് എന്ന ബോധ്യമില്ലാതെ നാം മുൻപോട്ട് പോവുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയിലൂടെ ഈ വസ്തുത നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നമുക്ക് മറ്റൊരു ഉപമയിലേക്ക് വേഗത്തിൽ കടന്നു വരാം.
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഉപമയുടെ തുടർച്ചയായിട്ടാണ് നാം ഇന്ന് പോയത്. മറ്റൊരു ഉപമയിലേക്ക്, നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഉപമയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 16 to 20. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഉപമ നമുക്കൊക്കെ വളരെ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപമയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതും അനേക പ്രാവശ്യം നാം കേട്ടിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ നെറ്റ്വർക്ക് ശരിയായി എന്ന് തോന്നുന്നൊരു, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഉപമ അനേക പ്രാവശ്യം നാം കേട്ടിട്ടുള്ളതും ഒരുപക്ഷെ സുവിശേഷ പ്രസംഗങ്ങളിലുമൊക്കെ ഇത് നാം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്ന ആത്മീക യാഥാർത്ഥ്യം, ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ, ഈ ഉപമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറഞ്ഞു? ഓരോ ഉപമയും പഠിക്കുമ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഈ ഉപമ പറയുവാനുള്ള കാരണമാണ്. എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറഞ്ഞു? 12-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ഞാൻ ഇനി താഴോടുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുന്നാൽ കർത്താവ് 12-ാം അധ്യായം പ്രാരംഭവാക്യം മുതൽ പുരുഷാരത്തോട് പറയുന്ന അത് ശിഷ്യന്മാരും കേൾക്കെ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, ദൈവഭയമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് ദൈവത്തെ ഭയപ്പെടണമെന്നും, അത് മാത്രമല്ല നിങ്ങൾ എത്രയോ വിലമതിക്കുന്നവരാണ്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എത്രയോ വിലമതിക്കുന്നതാണ് എന്നും കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 കാശിന് 5 കുരികലിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. പുരുഷാരത്തെ ഓർമ്മപ്പെടുത്തുക. ഒന്ന് പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടണം. നമ്മെ ശിക്ഷിക്കുവാനും നമ്മെ സൃഷ്ടിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ ശിക്ഷിക്കുവാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഭയപ്പെടണം. മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ വിലപിടിപ്പുള്ളവരാ, ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട്, നിങ്ങളുടെ സകല കാര്യങ്ങളും കരുതുന്നുണ്ട്. ഈ വസ്തുതകളൊക്കെ കർത്താവ് പറഞ്ഞു വരികയാണ്. കർത്താവ് തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു വരുമ്പോൾ ഒരു ചോദ്യം ഈ പുരുഷാരത്തിൽ ഒരുത്തൻ കർത്താവിനോട് ചോദിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിത് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരല്പം രസകരമായിരിക്കുന്ന ഒരു സംഭവങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം സംസാരിച്ചു വരികയാണ്. ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള വസ്തുത. ആ ദൈവത്തെ ഭയപ്പെടണമെന്നും നിങ്ങളുടെ തലയിലെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ, കൂട്ടത്തിൽ ഈ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുമ്പോൾ, ഒരുവൻ പുരുഷാരത്തിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവൻ ഒരുവൻ പെട്ടെന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ,
എന്റെ സഹോദരനുമായിട്ട് സ്വത്ത് തർക്കമാണ്, അതൊന്ന് പരിഹാരം ചെയ്തു തരണമെന്ന് കർത്താവിനോട് പറയുക. കർത്താവ് പറഞ്ഞു വരുന്ന വിഷയം ഒന്ന്, അവന്റെ കാര്യം മറ്റൊന്ന്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെങ്കിൽ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പ്രസംഗം ഇരിക്കുമ്പോഴും കേൾവിക്കാരായിരിക്കുന്ന ചിലരുടെ ചിലരുടെ ഒക്കെ കടന്നു പോകുന്നത് ഈ പ്രസംഗ വിഷയമോ നാം പഠിക്കുന്ന കാര്യമോ ഇതൊന്നും ആയിരിക്കില്ല. അത് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. നാളത്തെ കാര്യങ്ങൾ, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങൾ, അങ്ങനെ മറ്റ് ചിന്തകളിലൊക്കെ കുഴങ്ങിയ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ ഈ പുരുഷാരത്തിലുള്ള ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവിന്റെ പ്രസംഗമോ കർത്താവ് പറയുന്ന വിഷയമോ ഇതൊന്നുമല്ല അവന്റെ കാര്യം. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് അവന്റെ സഹോദരനുമായിട്ടുള്ള സ്വത്ത് തർക്കമാണ്. അത് പരിഹരിച്ചു തരണമെന്ന് കർത്താവിനോട് അവൻ ചോദിക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അവൻ ആവശ്യപ്പെടുന്ന അവന്റെ കാര്യമെന്ന് പറയുന്നത് ഒരു അനാവശ്യമായിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, അത് ആവശ്യമായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവന്റെ സാമ്പത്തികമായിട്ടുള്ള ആ കാര്യം ഒന്ന് ക്രമീകരിച്ച് കിട്ടേണ്ടത് ആവശ്യം തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ സന്ദർഭം മാറിപ്പോയിരിക്കുക. കർത്താവ് വചനത്തിന് പ്രാധാന്യം നൽകി വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചിന്ത, അവരിൽ ഒരുവന്റെ ചിന്ത ഈ മറ്റൊന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വേണമെങ്കിൽ കർത്താവിന് അതിന് ഉത്തരം ആ നിലയിൽ തന്നെ പെട്ടെന്ന് പറയാമായിരുന്നെങ്കിലും കർത്താവ് ഉത്തരം പറയാതെ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഉപമ കർത്താവ് പറയുകയാണ്. കാരണം ഇവന്റെ ശരിയായ പ്രശ്നം എല്ലായ്പ്പോഴും പോലെ കർത്താവ് ഇവിടെയും മനസ്സിലാക്കുന്നുണ്ട്. ഇവന്റെ പ്രശ്നം, ഇവൻ സ്വത്ത് തർക്കമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും അവന്റെ ശരിയായ പ്രശ്നം എന്ന് പറയുന്നത് അവന് പണത്തോടുള്ള അതിയായ മോഹമായിരുന്നു, ദ്രവ്യാഗ്രഹമായിരുന്നു അവന്റെ പ്രശ്നം. അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. 21 വാക്യത്തിലേക്ക് വരുമ്പോൾ, 12 അധ്യായം 21 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഈ ഉപമ ഏറ്റവും അവസാനിപ്പിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. അപ്പോൾ ഈ കേൾവിക്കാരനായിരിക്കുന്ന ഈ പുരുഷാരത്തിലെ ഒരുവനോടും പുരുഷാരത്തോടുമായിട്ട് കർത്താവ് ഈ ഉപമ ഇവിടെ പറയുകയാണ്. സമ്പത്ത്, ആ സമ്പത്തിനോടുള്ള ബന്ധത്തിലുള്ള ഒരുവന്റെ മനോഭാവം എന്തായിരിക്കണം? അല്ലെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഈ ഉപമയിൽ കാണുന്നത്. 15 വാക്യത്തിൽ, 12 അധ്യായം 15 വാക്യത്തിൽ, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ അവൻ ചോദിച്ച ചോദ്യത്തിന് കർത്താവിന്റെ മറുപടി ഇതാണ്: സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിലെ കാര്യം എന്തായിരുന്നു? അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നു. അപ്പോൾ ഒരുവൻ സമൃദ്ധി ഉണ്ടായി, അവന് സമ്പത്തുണ്ടായി, സമൃദ്ധിയിലായിരിക്കുന്നു, അതെന്താണ് കൊണ്ടുവരുന്നത് എന്നത് ഇവിടെ കാണിച്ചു തരിക. അല്ലെങ്കിൽ അത്യാഗ്രഹിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ചിന്ത സമൃദ്ധി ഉണ്ടാകണം, സമ്പത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അതുള്ളപ്പോൾ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില ആത്മീക ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഈ ഉപമയിലൂടെ കാണാം. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലായല്ലോ. കർത്താവ് ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരുന്നു, ദൈവഭയത്തെ കുറിച്ചായിരുന്നു, ദൈവത്തെ ഭയപ്പെടണം എന്നതായിരുന്നു. എന്നാൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുവന്റെ ചോദ്യം: കർത്താവ്, എന്റെ സ്വത്തൊക്കെ ഒന്ന് എന്റെ സഹോദരനുമായിട്ടുള്ള സമ്പത്ത് തർക്കം അതൊന്ന് പരിഹരിച്ചു തരണം. അപ്പൊ കർത്താവ് അതിന് നേരിട്ട് ഉത്തരം നൽകാതെ കർത്താവ് പറഞ്ഞു, ഇവന്റെ ശരിയായുള്ള പ്രശ്നം എന്താണ്? ദ്രവ്യാഗ്രഹമാണ്. ഇവന് സമ്പത്തുണ്ടാവണം, ഇവന് ദ്രവ്യാഗ്രഹം ഇരിക്കുന്ന ഈ ദ്രവ്യാഗ്രഹത്തിന്റെ കാരണം ഇവൻ സമൃദ്ധിയിലേക്ക് വരണം. സമ്പത്താണ് എല്ലാം. ഈ കർത്താവ് പറയുന്നത് പോലെ ഈ ദൈവഭയമോ ദൈവം എന്നെ കരുതിക്കൊള്ളും എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. സമ്പത്താണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ഇവനുള്ള ഒരു ആത്മീയ പാഠമാണ് ഈ ഭൂമിയിലൂടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ ആർക്കെങ്കിലും ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വന്നു പോയേക്കാം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകക്കാരെ കണ്ടും നാം ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ആളുകളുടെ ഇടയിലും ഒക്കെ അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് കടന്നു വന്നേക്കാം. സമ്പത്തുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ തീർന്നേനെ. സമ്പത്താണ് എല്ലാവിധ പ്രശ്നങ്ങളും ഇല്ലാതാക്കുവാൻ കഴിയുന്നത്. സമൃദ്ധി ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഈ ഭൂമിയിലൂടെ കർത്താവ് നൽകുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇതാ ഒരു ധനികനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ധനവാനായ ഒരു കൃഷിക്കാരൻ, ധനവാനായിരിക്കുന്ന ഒരുവൻ, അവന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു,
അവൻ പറയുന്ന ചില കാര്യങ്ങളാണ്. ആ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, അപ്പോൾ അവൻ, ഈ ധനവാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പരിചിതമായതുകൊണ്ടാണ് അല്പം വേഗത്തിൽ പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 പ്രാവശ്യം അവൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ വിൽ മൈ ലാൻഡ് എന്ന് വെച്ചാൽ എന്റേത്, ഞാന്, എനിക്കുള്ളത്. ഈ വാക്ക് അവൻ ആവർത്തിച്ച് 10 പ്രാവശ്യം പറയുന്നു. എന്റേത്, ഞാൻ ഇത് ചെയ്യും, എന്റെ സമ്പത്ത്, എന്റെ വിളവ്, എന്റെ കളപ്പുര, എന്റെ കളപ്പുര ഞാൻ പൊളിച്ചു വീണ്ടും വലിയ പണിയും. താഴോട്ട് വരുമ്പോൾ എന്റെ കളപ്പുര പൊളിച്ച് അധികം വലിയത് പണിതും എന്റെ വിളവും എന്റെ വസ്തുവകയും ഒക്കെ ഞാൻ അതിനകത്ത് സൂക്ഷിച്ചു വെക്കും. ഞാൻ എന്നോട് തന്നെ ഞാൻ പറയും, തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക. 10 പ്രാവശ്യവും പറയുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇവൻ എന്റേത് ഇവൻ പറയുമ്പോൾ മുമ്പത്തെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. ഇവൻ പറയുമ്പോൾ ഇവൻ ദൈവത്തെ ഒക്കെ മാറ്റിക്കളഞ്ഞു. ദൈവമൊന്നുമില്ല, എല്ലാം എന്റേതാ. ഐ ആം ദി ഓണർ, ഞാൻ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, ഇതെല്ലാം ഞാൻ എന്റെ മിടുക്ക് കൊണ്ട് നേടിയതാ. എനിക്കിങ്ങനെ പറയട്ടെ, ഒന്നാമത് ഇവന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഈ ധനവാൻ തന്റെ സമൃദ്ധിയിൽ അവൻ എന്താ കണ്ടത്? അവൻ ആരെയാ കാണുന്നത്? അവൻ അവനെ തന്നെ കാണും. അവന്റെ സമ്പാദ്യം എന്ന് വെച്ചാൽ അവന്റെ വിളവ് കണ്ടപ്പോൾ, അവന്റെ ആ കൃഷിയിടത്തിലെ വിളവ് കണ്ടപ്പോൾ ഇവൻ പറയുക, ഇതെല്ലാം എന്റേതാ, എന്റേത്, എന്റെ വിളവ്, എനിക്ക് ലഭിച്ചത് എന്ന നിലയിലാണ് അവന്റെ മനോഭാവം. അപ്പോൾ അവൻ ആരെയും, അവന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവന്റെ സമൃദ്ധിയിൽ കാണുന്നത് അവൻ അവനെ തന്നെ കാണും. പക്ഷെ അവൻ ആരെയായിരുന്നു കാണേണ്ടത്? സമ്പത്തിലേക്ക് നോക്കിയപ്പോൾ സമ്പത്ത് തെറ്റാണെന്നോ പാപമാണെന്നോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കർത്താവ് സമ്പത്ത് തെറ്റാണെന്നോ സമ്പാദ്യമുള്ളവരൊക്കെ മോശക്കാരാണെന്നോ ഇതൊന്നും കർത്താവ് പറയുന്നില്ല. സമ്പത്ത് തെറ്റൊന്നും അല്ല, ദൈവം നൽകുന്ന സമ്പത്താണ് എന്ന് ബോധ്യം ഉണ്ടായാൽ മതി. ഇവിടെ ഇതാ ഈ ധനവാൻ എന്തായിരുന്നു ശരിക്കും കാണേണ്ടിയിരുന്നത്? അവൻ അവന്റെ വിളവ് നോക്കിയിട്ട് പറയണം, അവൻ കാണേണ്ടിയിരുന്നത്, ഇത് നോക്കുക, ദൈവം എനിക്ക് തന്ന വിളവ്, ദൈവം എനിക്ക് നൽകിയത്, ദൈവം എനിക്ക് നൽകിയത് എന്ന് പറയുന്നതിന് പകരം അവൻ കണ്ടത് അവനെ തന്നെയായിരുന്നു. അവൻ കാണേണ്ടിയിരുന്നത് ദൈവത്തെയുമാണ്. ഭൗതിക നന്മകളിൽ പ്രിയരെ നാം എന്താ കാണുന്നത്? നമ്മുടെ സാമ്പത്തികമായ, നമ്മുടെ ഭൗതികമായിരിക്കുന്ന സമൃദ്ധി സംഭവിക്കുമ്പോൾ വാട്ട് ഡു വി സീ? നാം എന്താ കാണുന്നത്? നമ്മളെ തന്നെയാണോ? കണ്ടില്ലേ, എന്റെ മിടുക്ക് കൊണ്ട്, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടും ഞങ്ങളുടെ കൈക്കരുത്ത് കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഒക്കെ ഇതൊക്കെ സമ്പാദിച്ചിരിക്കുക, നേടിയിരിക്കുക എന്ന മനോഭാവമാണോ? അല്ലെ, ദൈവം ഇതൊക്കെ നൽകി, ദൈവം കരുണ ചെയ്തു, ഇതൊക്കെ അധ്വാനിക്കുവാൻ ദൈവം എനിക്ക് ആരോഗ്യം നൽകി, കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, ബുദ്ധിയോടെ പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു, അതുകൊണ്ട് ദൈവം എനിക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നു. ഡു വി സി ഗോഡ് ഇൻ ഇറ്റ്? ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഇത് ധനവാന് അത് കഴിഞ്ഞില്ല. ഈ ധനവാൻ നല്ലവനായിരുന്നത് കൊണ്ടൊന്നുമല്ല അവന് സമ്പത്തുണ്ടായത്, അല്ലെങ്കിൽ ഇവന് ഈ വിളവൊക്കെ ഉണ്ടായത്. അങ്ങനെ പലരും ചിന്തിക്കാറുണ്ട്, അല്ലെ? പൊതുവെ എല്ലാവരും എന്നല്ല, ചിലർ ചിന്തിക്കാറുണ്ട്. ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാ, ഞാൻ വളരെ ആത്മീയനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ ആത്മീയനായതുകൊണ്ട് എനിക്ക് ഒരു രോഗവുമില്ല, ഞാൻ വളരെ ആരോഗ്യവാനായിരിക്കുന്നു. ഞാൻ വളരെ ആത്മീയനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് വകുപ്പൊന്നുമില്ല. കാരണം നാം ഇത്ര ആത്മീയരായതുകൊണ്ട് എനിക്ക് സമ്പത്ത് ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ അങ്ങനെ പറയാൻ കഴിയുകയില്ല. കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഇത് ദൈവം പറഞ്ഞിരിക്കുക. ഇതേ വിഷയങ്ങളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യിക്കുന്ന ദൈവം. ഈ വിളവൊക്കെ ഉണ്ടാകണമെങ്കിൽ മഴയൊക്കെ ഉണ്ടാകണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും
നീതിമാന് മാത്രമല്ല ദുഷ്ടനും ഇതുണ്ട്. എന്തുണ്ട്? ഈ കാര്യങ്ങളൊക്കെ മഴ ലഭിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ദൈവം നൽകും. അപ്പോൾ ഈ ലോകത്തിലെ ഭൗതികത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഭൗതികം ആവശ്യമാണ്, ജീവിതയ്ക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം പിതാവ് നമുക്ക് ആവശ്യമായത് എന്തെന്നൊക്കെ നന്നായിട്ട് അറിയുന്നു, നമ്മുടെ ആവശ്യമൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ ഈ ഭൗതികമാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ എന്താ പറയാ ഒരു അളവുകോലെന്ന് ചിന്തിക്കാൻ പാടില്ല. ചിലർ ചിന്തിക്കുന്നത് അങ്ങനെ, ഞാൻ സമ്പത്ത് വർദ്ധിക്കും തോറും എന്റെ ആത്മീക നിലവാരത്തെ അത് കാണിക്കുന്നു. ഒരിക്കലുമല്ല. പഴയ നിയമത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യാക്കോബിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യാക്കോബ് തന്റെ സഹോദരനോട് ഉപായത്തരം കാണിച്ച് ജ്യേഷ്ഠാവകാശം സമ്പത്ത് നേടിയെടുത്തു. അപ്പന്റെ മുമ്പിൽ അപ്പനെ ഉപായത്തരം കാണിച്ച് അപ്പന്റെ അനുഗ്രഹം നേടിയെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഓടി പത്തനാരാമിൽ പോയി. അവിടെ ചെന്ന് വിവാഹമൊക്കെ കഴിച്ച് അവിടെ 2 വിവാഹമൊക്കെ കഴിച്ച് ശേഷം അമ്മായിയപ്പനെയും പറയാതെ മടങ്ങി വരുന്ന ഒരു യാക്കോബിനെ കുറിച്ച് നാം വായിക്കുന്നു. ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, യാക്കോബ് തിരികെ വരുമ്പോൾ ഏശാവിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അവൾ ഏശാവിന്റെ ആഗ്രഹം എന്താണെന്ന്, ഏശാവിന്റെ എന്ത് കണ്ടാലാണ് ഏശാവ് വീഴുന്നതെന്നൊക്കെ യാക്കോബിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യാക്കോബ് വളരെ ബുദ്ധിപരമായിട്ട് യാക്കോബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ആടുമാടുകളെയും ഒക്കെ സമ്പത്തും ഒക്കെ കൊണ്ട് ഏശാവിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കൊടുക്കാൻ യാക്കോബിന്റെ കയ്യിലുണ്ടായി. യാക്കോബ് കൊടുത്ത് സമ്പത്ത് കോടികളുടെ കണക്കില, അല്ലെ? അത്രമാത്രം കൊടുത്ത് യാക്കോബ് തന്റെ സഹോദരനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ യാക്കോബിന് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നു? യാക്കോബിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു. ഭൗതികപരമായി വളരെ യാക്കോബിനുണ്ടായിരുന്നു. അപ്പോൾ നോക്കണേ, സഹോദരനെ ഉപായത്തരം കാണിച്ച് പറ്റിച്ചിട്ടുണ്ട്. അപ്പന്റെ അനുഗ്രഹം ആ നിലയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് അമ്മായിയപ്പനെയും പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഭൗതികം ധാരാളം സംഭവിച്ചിരുന്നു. ഇനി മോശയുടെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. മോശയോട് ദൈവം കൽപ്പിച്ചു, ദൈവം പറഞ്ഞു, നീ പാറയോട് കൽപ്പിപ്പാൻ. എന്താ മോശ ചെയ്തത്? മോശ വടിയെടുത്ത് പാറയെ അടിച്ചു. അനുസരണക്കേടല്ലേ കാണിച്ചത്? അവൻ അനുസരണക്കേടാ കാണിച്ചത്. മോശ അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ഒരു തുള്ളി വെള്ളം തരുന്നില്ല. അങ്ങനെയായിരുന്നോ? അല്ല. അനുസരണക്കേട് കാണിച്ചിട്ടും പാറയിൽ നിന്ന് വെള്ളം വന്നു. അപ്പോ യോഗങ്ങൾ മുടക്കിയും ജോലിക്ക് വേണ്ടി യോഗങ്ങൾ മുടക്കിയും ആരാധന യോഗങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഓവർ ഡ്യൂട്ടി ഒക്കെ എടുത്തു പോകുന്ന അനേകരുണ്ട്. എന്തിനാ പോകുന്നത്? കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കും എന്ന ചിന്തയോടുകൂടെ. അതൊക്കെ ലഭിക്കും. ദൈവത്തോട് ഭക്തിയില്ലാതെ, ദൈവഭയം ഇല്ലാതെയും അനുസരണക്കേട് കാണിച്ചു തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി ജീവിച്ചാലും സമ്പത്തൊക്കെ ഉണ്ടായേക്കാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ദൈവം നൽകുന്ന സമ്പത്തുമുണ്ട്, നാം ദൈവഭയം ഇല്ലാതെ നേടിയെടുക്കുന്ന സമ്പത്തുമുണ്ട്. സദൃശവാക്യങ്ങളിൽ ദൈവം അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. സദൃശവാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. ഗോഡ് ആഡ്സ് നോ സോറോ ടു ഇറ്റ്. ദൈവഭയമില്ലാതെ നേടിയെടുക്കുന്ന സമ്പത്തിനോടൊപ്പം എന്തുണ്ട്? ദുഃഖവും ഉണ്ടാവും. അല്ലാത്ത ദൈവം നൽകുന്ന സമ്പത്തിൽ there is no sorrow in it. അതിൽ ദുഃഖം ഉണ്ടാവുകയില്ല. അതിനോട് ദുഃഖം ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ, ദൈവം നമുക്ക് നൽകുന്ന സമ്പത്തിൽ, ദൈവം നൽകുന്ന നിലയിൽ ദൈവത്തെ മറക്കാതെ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സമ്പത്തിൽ ഗോഡ് ആഡ്സ് നോ സോറോ ടു ഇറ്റ്. ദൈവം അതിനോട് ദുഃഖമൊന്നും ചേർക്കുകയില്ല. അതിന്റെ ആശയം എന്തെന്ന് മനസ്സിലായല്ലോ? അല്ലാത്തതിനൊക്കെയും പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ടും വന്നേക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സമ്പത്ത് ഉണ്ടായപ്പോൾ, സമൃദ്ധി ഉണ്ടായപ്പോൾ അവൻ ദൈവത്തെ അല്ല കണ്ടത്, അവൻ അവനെ തന്നെയാണ് കണ്ടത്. പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ വീണ്ടും പറയട്ടെ, സമ്പത്ത് ഒരിക്കലും തെറ്റാണ് ദൈവജനത്തിൽ പറഞ്ഞില്ല. നാം അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. അബ്രഹാം ഒരു ഭക്തനായിരുന്നു, അതേസമയം ഒരു സമ്പന്നനുമായിരുന്നു. അപ്പോൾ തിരുവചനത്തിൽ അതിന് അനുകൂലമായിരിക്കുന്ന അനവധി വ്യക്തി ജീവിതങ്ങൾ നമുക്ക് എടുത്ത് ചിന്തിക്കാനും കഴിയും. പറഞ്ഞു വരുന്നത്, അബ്രഹാം തന്റെ സമ്പത്തിലൊക്കെയും കണ്ടത് ദൈവത്തെയായിരുന്നു. തന്റെ സമ്പത്തെക്കാളും അധികമായി പ്രാമുഖ്യം കൊടുത്തത് ദൈവത്തിനായിരുന്നു.
ഇത് നമുക്കും ഉണ്ടാവേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ ഉപമയിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഈ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ജീവിതത്തിൽ ലളിതമായി പറഞ്ഞാൽ ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളെ നാം നോക്കുമ്പോൾ, ഭൗതികമായിരിക്കുന്ന നമ്മൾ ഏത് കാര്യത്തെയും നോക്കുമ്പോൾ ദൈവത്തെ കാണുവാൻ, ദൈവമേ അങ്ങ് എനിക്കിത് നൽകി നന്ദിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാം. അല്പം നെറ്റിന്റെ പ്രയാസമൊക്കെ ഉണ്ടായി. അത് നെറ്റിന്റെ അല്ല, എന്റെ കമ്പ്യൂട്ടറിന്റെ ആയിരുന്നു. ക്ഷമിക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.